ശബരിമലയിലേക്ക് മണ്ഡലപൂജ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കില്ലെന്ന് ദേവസ്വം ബോർഡ്. ബുക്കിംഗ് 5000 പരിമിതപ്പെടുത്തും. ഈ മാസം 25, 26 തീയതികളിലാണ് നിയന്ത്രണം. നിലവിൽ 20,000-ലധികം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. അശ്വിൻ, തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്, മണ്ഡലപൂജ അടക്കം. അപ്പോൾ എങ്ങനെയാണ് പുതിയ നിയന്ത്രണങ്ങൾ? ഇന്ന് എങ്ങനെയാണ് ഈ തിരക്ക് ക്രമീകരിക്കുന്ന നിയന്ത്രണങ്ങളും? ഗൂഗിൾ കഴിഞ്ഞ 4 ദിവസമായി വലിയ തിരക്കാണ് സന്നിധാനത്തും പമ്പയിലും എല്ലാം അനുഭവപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വരും ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ചുകൊണ്ടുകൂടി സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് കടന്നത്. പക്ഷേ ആദ്യഘട്ടങ്ങളിലെല്ലാം ഉയർന്ന ഈ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 25, 26 മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 5000 ചുരുക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സ്പോട്ട് ബുക്കിംഗ് 20,000-ന് മുകളിലാണ് വരുന്നത്. 10,000 അനുവദിച്ചിരുന്നതെങ്കിലും അതിന് ഇരട്ടിയിലധികം ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 5000 ആയിരിക്കും 25, 26 ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം. ഒപ്പം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തുന്ന തീർത്ഥാടകർക്ക് 25-ാം തീയതി 60,000-ഉം ഒപ്പം 26-ാം തീയതി 50,000-ഉം ആയിരിക്കും. അതിലും ഒരു വെട്ടിക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. ഒപ്പം മണ്ഡല മകരവിളക്ക് ദിവസമായ 2025 ജനുവരി 14-ാം തീയതി അന്ന് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനാണ് തീരുമാനം. അല്ലാതെ വന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. കാരണം 12, 13 ദിവസങ്ങളിലൊക്കെ മല കയറുന്ന തീർത്ഥാടകർ അവർ മല ഇറങ്ങാതെ മകരവിളക്ക് കൂടി കഴിഞ്ഞിറങ്ങാനുള്ള തീരുമാനമാണ് അവർ സ്വാഭാവികമായി എടുക്കുക. അതുകൊണ്ട് തന്നെ അന്ന് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്കും ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. ഗൂഗിൾ ശരി അശ്വിനി, ഏതായാലും മണ്ഡലപൂജ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കില്ല, പക്ഷേ അത് 5000 പരിമിതപ്പെടുത്തും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.